എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ഒരു തൈര് ചേർത്ത ഫ്രൂട്ട് സലാഡാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ്. പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ്, നല്ല ജീരകപ്പൊടി ചേർത്ത പൈനാപ്പിൾ ജ്യൂസാണ്, ചെറുജീരകപ്പൊടി എന്നും പറയും. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കിയാലോ. സലാഡ് തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമ്മൾ അനാർ എടുത്തിട്ടുണ്ട്. കുറച്ച് അനാറാണ് വേണ്ടത്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ആപ്പിളിൻ്റെ പകുതി ചെറിയ പീസുകളായിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് പേരക്കായ തൊലി കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് ഒരു പേരക്കായയാണ്. ഇനി നമുക്ക് വേണ്ടത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയത്. പിന്നെ വേണ്ടത് നമുക്ക് മുന്തിരിങ്ങയാണ്, പച്ചമുന്തിരി, കുറച്ച് പച്ചമുന്തിരിങ്ങ. പിന്നെ വേണ്ടത് നമുക്ക് കപ്പലണ്ടിയാണ്, തൊണ്ട് കളഞ്ഞ കപ്പലണ്ടിയാണിത്, കുറച്ച് കപ്പലണ്ടി. പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ്, കട്ട തൈരാണ്. ഈ തൈരാണ്, നമുക്ക് ഏത് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം. പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് അനാറ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആപ്പിളാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് പൈനാപ്പിളിൻ്റെയാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോണത് മുന്തിരിയാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോണത് പേരക്കായാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ക്യാരറ്റാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് കപ്പലണ്ടിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ഇതുമാതിരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു എരിവിനും പുളിയും മധുരവും ഒക്കെ ചേർന്നൊരു ഫ്രൂട്ട് സലാഡാണ് ഇത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്വാദ് മനസ്സിലാക്കാൻ പറ്റുക. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോണത് പൈനാപ്പിൾ ജ്യൂസാണ്. അതിന് വേണ്ടി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കഷ്ണങ്ങളാക്കി പൈനാപ്പിൾ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ജാറിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഐസും കട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് ഐസും കട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമുക്ക് ഷുഗറാണ്. അത് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ നിങ്ങൾ അതിൽ ചേർത്താൽ മതി. അവരവരുടെ മധുരത്തിന് ഇഷ്ടമുള്ള
ഷുഗർ വേണം നമുക്ക് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സിയിൽ ജ്യൂസ് അടിച്ചെടുക്കാം. നമുക്കൊരു നല്ല പൈനാപ്പിൾ ജ്യൂസായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ജീരകപ്പൊടി, നല്ല ജീരകപ്പൊടി അല്ലെങ്കിൽ ചെറുജീരകപ്പൊടി എന്നും പറയും, ഇത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കൊണ്ട് നിങ്ങൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ ജ്യൂസ് കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഫ്രൂട്ട് സലാഡും ഈ ജ്യൂസും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. പൈനാപ്പിൾ ജ്യൂസാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നല്ല ജീരകപ്പൊടി വിതറിയതാണ്. ഇത് നമ്മളൊരു ടീസ്പൂൺ കൊണ്ട് ഇളക്കി കുടിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് ഫ്രൂട്ട് സലാഡാണ്. ഇതിൽ തൈരും നേരിയ ഒരു കുരുമുളക് പൊടിയുടെ നമ്മൾ വിതറിയിട്ടുണ്ട്. പിന്നെ പുളിയും മധുരവും ഒക്കെ കറക്റ്റായിട്ടാണ് ഉള്ളത്. ഇതും നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്താം.